നമസ്കാരം. ഊർജ്ജരംഗത്ത് ഒട്ടനേകം പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. സുസ്ഥിരവും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ ഊർജ്ജ ഉൽപാദന വിനിയോഗത്തിനായുള്ള വിവിധ മാർഗങ്ങൾ തിരയുന്നതിനൊപ്പം ഊർജ്ജ സംഭരണ രംഗത്തും ധാരാളം പുതു കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടെ ഇതാ യുഎസിലുള്ള ബിഗംടൺ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷണ സംഘം ശാസ്ത്രജ്ഞന്മാർ ഏറെക്കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാൽ സാധ്യമാക്കാനാകാതിരുന്നതുമായ നൂതന ബയോ ബാറ്ററി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയും ജീവനുള്ള സൂക്ഷ്മാണുക്കളെയും സംയോജിപ്പിച്ചാണ് ഈ ഗവേഷകർ അത്തരമൊരു നേട്ടം സാധ്യമാക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ചരിത്രത്തിലാദ്യമായി സജീവമായ ബാക്ടീരിയകൾക്ക് വൈദ്യുതി ഉണ്ടാക്കാനുള്ള കഴിവിനെയും 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയെയും വിനിയോഗപ്പെടുത്തിയുള്ള ബാറ്ററി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇത് പരിസ്ഥിതിക്ക് ഇണങ്ങിയതും ഒപ്പം കൂടുതൽ ശേഷിയുമുള്ള ബാറ്ററികൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തമായൊരു പുതുപ്രതീക്ഷയായി തീർന്നിരിക്കുകയാണ്. പ്രൊഫസർ സിയോൺ ചോയ് എന്ന ഗവേഷകനാണ് പുതിയ ബയോ ബാറ്ററിയുടെ നിർമ്മാണത്തിനായുള്ള ഗവേഷണ സംഘത്തെ നയിച്ചത്. ഈ ബാറ്ററിയുടെ വികസനത്തിനായി 3D പ്രിന്റ് ചെയ്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപരിതലത്തിൽ ബാക്ടീരിയകളെ വളർത്തി. അങ്ങനെ അതിൽ നിന്ന് 1 മില്ലിവാട്ട് ശേഷിയുള്ള വൈദ്യുതിയും ഉൽപ്പാദിപ്പിച്ചു. ഇത് ബാക്ടീരിയ ഉപയോഗിച്ചുള്ള ബാറ്ററികളിൽ ഇതുവരെ കണ്ടതിലധികം വലിയ ഔട്ട്പുട്ടാണ്. ഈ വൈദ്യുതി ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ഒരു 3.2 ഇഞ്ച് LCD സ്ക്രീൻ പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. ഇതിനു മുൻപുള്ള ബയോ ബാറ്ററികൾ കാർബൺ അല്ലെങ്കിൽ പോളിമർ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഫലപ്രദമായ 3D ആനോഡുകൾ സൃഷ്ടിക്കുന്നതിൽ പരമ്പരാഗത നിർമ്മാണ രീതികൾ പലപ്പോഴും പരാജയമടയാറാണുള്ളത്. കാർബൺ അല്ലെങ്കിൽ പോളിമർ അടിസ്ഥാനമാക്കിയുള്ള ജൈവ ബാറ്ററികളുടെ ഘടന ദുർബലമായിരിക്കും. മാത്രവുമല്ല അവയിൽ ബാറ്ററി നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളെ ദോഷകരമായി ബാധിക്കുന്ന ഉയർന്ന താപനില ആവശ്യമാണ്. ഇത്തരം ബാറ്ററികൾ കുറഞ്ഞ വൈദ്യുതി ഉൽപാദന ശേഷിയുമാണ് പ്രകടമാക്കുന്നത്. അതേസമയം സ്റ്റെയിൻലെസ് സ്റ്റീൽ മികച്ച ചാലകതയും ഘടനയും വാഗ്ദാനം ചെയ്യുന്നു. എന്നിരുന്നാലും സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാക്ടീരിയ വളർച്ചയ്ക്ക് അനുയോജ്യമല്ല. ആ പരിമിതി മറികടക്കാൻ ഗവേഷകർ ലേസർ പൗഡർ ബെഡ് ഫ്യൂഷൻ എന്ന നൂതന 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യാ രീതിയാണ് പ്രയോജനപ്പെടുത്തിയത്. ഇതിലൂടെ ഉപരിതല വിസ്തീർണം വളരെ കൂടുതലായി ഒരുക്കാൻ ഗവേഷകർക്കായി. അങ്ങനെ ബാക്ടീരിയയ്ക്ക് പ്രജനനം നടത്താൻ കൂടുതൽ സൗകര്യമായി. ഒപ്പം ശക്തമായ ഘടനയും ഉയർന്ന കണ്ടക്ടിവിറ്റിയും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉറപ്പാക്കുകയും ചെയ്യുന്നു. സാധാരണ ലിഥിയം ബാറ്ററികൾ വിഷാംശമുള്ളതും പുനരുപയോഗം ചെയ്യാൻ പ്രയാസമുള്ളതുമാണ്. എന്നാൽ പുതിയ ബാക്ടീരിയ ബാറ്ററിയിൽ ലിഥിയം, കഠിന രാസവസ്തുക്കൾ എന്നിവയൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. എൻഡോസ്പോർ എന്ന തരത്തിൽപ്പെട്ട ബാക്ടീരിയയിൽ നിന്നാണ് വൈദ്യുതി ഉൽപാദനം സാധ്യമാകുന്നത്. ഇത്തരം ബാറ്ററികൾ ദീർഘകാലം സൂക്ഷിക്കാനും ആവശ്യാനുസരണം സജീവമാക്കാനും സാധിക്കുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നൂതന ബാറ്ററിയുടെ വികസനം ഇതോടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഭാവിയിൽ എല്ലാ ബാറ്ററി ഘടകങ്ങളുടെയും പ്രിന്റിംഗ് ഏകീകരിച്ച് വൈദ്യുത ഉൽപാദന പ്രക്രിയ കൂടുതൽ സുഗമമാക്കുക എന്നതാണ് ഈ ഗവേഷണ സംഘം ലക്ഷ്യമിട്ടിരിക്കുന്നത്. കൂടാതെ സോളാർ സെല്ലുകളുടെ പ്രവർത്തനക്ഷമതയ്ക്ക് സമാനമായി ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു പവർ മാനേജ്മെന്റ് സിസ്റ്റം വികസിപ്പിക്കാനും ഈ ഗവേഷകർ പദ്ധതിയിട്ടിട്ടുണ്ട്. അഡ്വാൻസ്ഡ് എനർജി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിസർച്ച് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച നൂതന ബയോ ബാറ്ററിയെ സംബന്ധിച്ച ഗവേഷണ ഫലം സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഈ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളാണ് തുറന്നു കാണിക്കുന്നത്. നൂതന ബയോ ബാറ്ററി സാധ്യമാക്കാനായി അതിനു പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകരുടെ ശ്രമങ്ങൾ ഊർജ്ജ സംഭരണത്തിന്റെയും ഉപഭോഗത്തിന്റെയും ഭാവിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയേക്കാം. വാർത്തയുടെ നിറം തേടി തനിനിറം.